കേരളത്തിൻ്റെ നവോത്ഥാന യാത്രയിൽ നിർണായക നാഴികക്കല്ലായ മിശ്രഭോജനം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയായി. ജാതീയതയുടെ മർമ്മത്ത് പ്രഹരിച്ച ആ ചരിത്ര സമരത്തിന് ആനുപാതികമായ തുടർച്ചയുണ്ടായോ? എങ്ങനെയെല്ലാമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ജാതീയത ദൃശ്യമാകുന്നത്? അതിലേറെ അദൃശ്യമായ ജാത്യാധികാര പ്രയോഗം കീഴാള ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഇടപെടുന്നു? ഹിന്ദുത്വ രാഷ്ട്രീയം സവർണ ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നേർക്കാഴ്ച അന്വേഷിക്കുന്നു. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. തൊട്ടുകൂടാത്തവർ പരസ്പരം തൊടാൻ പാടില്ല, തീണ്ടിക്കൂടാത്തവർ മാത്രമല്ല ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയില്ലെങ്കിൽ പെടാൻ പാടില്ല. കുമാരനാശാൻ്റെ കവിതയാണ് ഉദ്ധരിക്കുന്നത്. കെട്ടില്ലാത്തവർ, പരസ്പരം ബന്ധപ്പെടാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഒന്നിച്ചുണ്ണാൻ പറ്റിയില്ല. ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് ആശാൻ എഴുതിയതിനെ പറ്റി. കോമരം എന്നുള്ളത് ഇവിടെ ഭ്രാന്തന്മാർ നിർത്താൻ മതി. അത് ഇങ്ങനെ ഉറച്ച ഇന്നും ദലിതുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത് മാറ്റാൻ എന്താണ്? അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം. ജാതി ഇല്ലാതാക്കുന്നുണ്ട്, പ്രയത്നിക്കുക. അതിനാണ് ഈ പുലയരെന്ന് പറയുന്നത് നമ്മൾ അകറ്റിനെടുത്തേണ്ട ആളുകളല്ല, മനുഷ്യരാശിയുടെ ഒരു ഭാഗമാണ്. അതിനാൽ നമ്മുടെ സഹോദരന്മാരാണ്. അവരെ വിളിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അക്കാലത്ത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. ഭയങ്കര പാപകർമ്മമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരും വന്നില്ല, രണ്ടുപേരെ മറ്റോ വന്നുള്ളൂ, അവരെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയാണ് ചെയ്തത്. സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തുന്നതിന് മുൻപ് തന്നെ അയ്യ സ്വാമികൾ 19-ാം നൂറ്റാണ്ടിൽ, അത് കഴിഞ്ഞ് നിർമ്മലാനന്ദ സ്വാമികളൊക്കെ പന്തിഭോജനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പന്തിഭോജനങ്ങളിൽ നിന്ന് അയ്യപ്പൻ്റെ പന്തിഭോജന ശ്രമത്തെ വ്യത്യസ്തമാക്കുന്നത് അന്ന് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ രാഷ്ട്രീയ സന്ദർഭത്തിനനുസൃതമായി ഒരു സിവിൽ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും രാഷ്ട്ര ശരീരത്തിൻ്റെ പുനർനിർമ്മിതിക്കും ഉപയോഗിക്കാവുന്ന ഒരു സാർത്ഥകമായ പരിശ്രമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രത്യേകത. ഇക്കാര്യത്തിൽ സവർണ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു പുതിയ തിരിച്ചറിവ് ഉണ്ടായി വന്ന ഒരു സന്ദർഭത്തെയാണ് വളരെ സമർത്ഥമായി സഹോദരൻ അയ്യപ്പൻ ഉപയോഗിക്കുന്നത്. ഹിന്ദുത്വ സമൂഹത്തിനകത്ത് ഹിന്ദു ജാതികൾ എന്ന് പറയുന്ന വിഭാഗത്തിനിടയിൽ നിലനിന്നിരുന്ന വലിയ വിവേചനത്തിനെതിരെയാണ് ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലും ഒരു ബ്രേക്കിംഗ് ആവുന്ന വിധമുള്ളൊരു മൂവ്മെൻറ്റാണ് ആ സമയത്ത് നടന്നത്. തീർച്ചയായും അന്നത്തെ ഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നാം കാണേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു തുടർച്ച പിൽക്കാലത്ത് ഉണ്ടായില്ല എന്നത് നാം വളരെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ നീതിയുടെ പ്രശ്നം വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നീതിയുടെ ഒരു പ്രശ്നത്തെയാണ് അത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആ നീതിബോധത്തെ മുന്നോട്ടെടുക്കാൻ കേരളം കാര്യമായി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മിശ്രഭോജന പ്രസ്ഥാനം നേരിട്ട പിന്നോട്ടടികളിലൊന്ന്. അതിന് തുടർച്ച ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 80-90കളിൽ ദലിത് പ്രസ്ഥാനങ്ങൾ വന്നപ്പോഴാണ് അവയെപ്പറ്റി വീണ്ടും ഒന്ന് നീണ്ട നിശബ്ദതയായിരുന്നു. കാരണം പുരോഗമനകാരികളെ സംബന്ധിച്ച് അവർ തൊഴിലാളി പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയാണ്, മറ്റുള്ള ചില മൂവ്മെൻറ്റുകളെയാണ് അവർ എപ്പോഴും സമൂഹ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയായി കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മൂവ്മെൻറ്റുകൾ കഴിഞ്ഞു പോയെന്നും നമ്മുടെ ഇടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു രീതിശാസ്ത്രം വേറൊന്നാണെന്ന് അവർ വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങളെ റീഇൻവെൻറ്റ് ചെയ്തില്ല, പുതുക്കിയെടുക്കുകയോ തുടർച്ചകൾ പുനഃസ്ഥാപിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് പുനഃസ്ഥാപിക്കേണ്ടി വന്നത് ഏറ്റവും കീഴ്ത്തട്ടിലെ ആൾക്കാരിൽ നിന്ന് മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് വന്നത്. കേരളത്തിലെ 30കളുടെ ഒടുവിലാകുമ്പോഴേക്ക് ഈ ജാതി സമത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് പകരം വ്യക്തിസമത്വത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ ശക്തി പ്രാപിച്ചതോടുകൂടി
സാമൂഹിക നവോത്ഥാന ജാതി പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് 1935 ശേഷം ഉള്ള കാലഘട്ടത്തിൽ 1955-57 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. കീഴാള രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഇടപെടലുകൾ കുറയുന്നതാണ്. ഒന്നുകിൽ ഉണ്ടെങ്കിൽ തന്നെയും അവ തമസ്കരിക്കപ്പെടുന്നു, അവയ്ക്ക് മുകളിലായി ഇത് പ്രതിഷ്ഠിക്കപ്പെടുന്നു. അത് ആ ചരിത്രത്തെ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇല്ലാതായതാണോ അതോ പൊതുസമൂഹം ഈ സവർണർ രാഷ്ട്രീയത്തിൽ വരികയും ആ സവർണർ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഇല്ലാതായതാണോ എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട്. പന്തിഭോജനം കൊണ്ട് ഉദ്ദേശിച്ചത് അടിസ്ഥാനപരമായിട്ട് ജാതിയുടെ വേരിറക്കാനാണ്. അത് നമുക്ക് സാധിച്ചില്ല. ഓരോ ദിവസം കഴിയുന്നവരും കേരളീയ സമൂഹം വർഗീയത വളർന്നു വരുന്ന സമൂഹമായിട്ട് മാറുന്ന ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. വർഗീയ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരിക്കുന്നു, വർഗീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വർഗീയ അജണ്ടകൾ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മിക്കവാറും കക്ഷികളെല്ലാം തന്നെ നാട്ടിലെ ജാതി തിരിച്ചുള്ള കണക്കുകൾ എടുത്തിട്ട് ഭൂരിപക്ഷ ജാതിക്കാരെ സ്ഥാനാർത്ഥികളാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജാതി വ്യവസ്ഥയെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പുതിയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ നിന്നിപ്പോൾ വിവാഹങ്ങൾ അതുപോലുള്ള പൊതു ഈ കുഴപ്പമില്ലാത്ത വലിയൊരു ഫംഗ്ഷനുകളിലൊക്കെ തന്നെ വലിയ ജാതി വിവേചനങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു മാറ്റമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള അന്തരീക്ഷം, പൊതു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അപ്പോൾ പോലും ആഴത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ജാതിയുടെ വിവേചനങ്ങൾ കാണാം. ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു കുറിപ്പ് ചെയ്യാൻ കാണണ്ടേ, ഡോക്ടർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിൽ പറയുകയാണ്, അയ്യപ്പൻ താഴ്ന്ന ജാതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 അധ്യാപകർ, കോളേജ് അധ്യാപകർ, അവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു 2 പേരും തമ്മിൽ ഈ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിക്കും. ഇവരിൽ നിന്ന് വാങ്ങുകയോ ഇങ്ങോട്ട് വാങ്ങുകയോ ചെയ്യാറില്ല. കാരണം അപ്പോൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള, ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലെത്തിയവരുടെ ഇടയിൽ പോലും ജാതിപരമായുള്ള ഭക്ഷണ കാര്യത്തിലൊക്കെ തന്നെയുള്ള വിവേചനം ഉള്ളിൽ കിടക്കുന്നു എന്നുള്ള വിഷയമാണ്. അത് പല മേഖലകളിലും ഇപ്പോഴും കാണാം. കിളികളാകുന്നതേയില്ല, കിളികളാകുന്നതേയില്ല, കാക്കകൾ കാക്കകൾ മാത്രമാണെവിടെയും, കാക്കകൾ കാക്കകൾ മാത്രമാണെവിടെയും. സ്വരങ്ങളാകുന്നതേയില്ല, സ്വരങ്ങളാകുന്നതേയില്ല, കാക്കകൾ കാറലുകൾ മാത്രമാണെവിടെയും, കാക്കകൾ കാറലുകൾ മാത്രമാണെവിടെയും. കീഴാള വീടുകളിൽ വരുന്ന നേതാക്കന്മാരും മറ്റുള്ള മനുഷ്യരെല്ലാം തന്നെ ഭക്ഷണം കഴിക്കാതെ പോകാമെന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അപ്പോൾ അത് കല്യാണമായിട്ട്, വിശേഷ ദിവസങ്ങളിൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ടായാലും മറ്റ് ആഘോഷങ്ങൾക്കായാലും വന്നാൽ പിന്നെ വലിയ തിരക്കാണ്. അപ്പോൾ ഈ നേതാക്കന്മാർ പലരും പറയുന്നത് കമ്മിറ്റി ഉണ്ടെന്ന്, ഉപരി കമ്മിറ്റിയുടെ കാര്യമാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റി ഉള്ളവരുണ്ട്, പിന്നെ വേറെ പല ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് മാത്രമല്ല, ഈ പരസ്യമായിട്ട് കൈ കഴുകുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രഹസ്യമായിട്ട് വേണമെങ്കിൽ കൈ കഴുകും, പക്ഷേ പരസ്യമായിട്ട് നിന്ന് നാട്ടുകാരാണെങ്കിൽ കൈ കഴുകുന്നതും കൂടാണ്. കാരണം അത് പിടിക്കപ്പെടുകയാണല്ലോ. ഈ മുറ്റത്ത് പന്തൽ കാപ്പി സൽക്കാരം, കറുത്തുമുഷിഞ്ഞ കുശലങ്ങൾ, കൃഷ്ണ എങ്ങനെ ഞാനിരുന്നിടും. അവൽ അലുവ മിക്സർ കിണ്ണത്തപ്പം, വെച്ചതേതിൽ വാങ്ങിയതേത്, കൃഷ്ണ എങ്ങനെ ഞാൻ കഴിച്ചിടും. അവൽ അലുവ മിക്സർ കിണ്ണത്തപ്പം, വെച്ചതേതിൽ വാങ്ങിയതേത്, കൃഷ്ണ എങ്ങനെ ഞാൻ കഴിച്ചിടും. രാവാണ് കൃഷ്ണ, ഗ്യാസാണ് കൃഷ്ണ, പ്രഷറുണ്ട് ഷുഗറുണ്ട് കൃഷ്ണ, അസമയമല്ലേ ചായ പോലും വേണ്ട, കൃഷ്ണ മറ്റൊന്നും ചിന്തിച്ചിടല്ലേ. അത്ര നിർബന്ധമാണ് നിനക്കെങ്കിൽ ഒരു പഴം മാത്രം ഞാൻ എടുക്കാം, ഒട്ടും മടിക്കാതെ ഒട്ടും മറയ്ക്കാതെ മൊത്തവും പരസ്യമായി ഞാൻ കഴിക്കാം, കൃഷ്ണ നിന്നോട് എനിക്കെന്ത് പഴയ തീണ്ടൽ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നത് പറയുന്ന കാര്യം, ഈ വാഴപ്പഴത്തിൽ കൂടെ എസ്കേപ്പ് ചെയ്യാൻ സാധ്യമാകുന്നുണ്ട്. ഇത് വാഴപ്പഴം മാത്രമേ ഇങ്ങനെ അവർ കഴിക്കാറുള്ളൂ, അത്തരം മനുഷ്യർ കഴിക്കാറുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ വെച്ചതിൽ ബേക്കറി സാധനങ്ങളാണെങ്കിൽ പോലും ഈ പാവൽ കിണ്ണത്തപ്പമൊക്കെ വീടുകൾ ഉണ്ടാക്കാറുണ്ട്, മിക്സർ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഏതാ വെച്ചതെന്നോ ഏതാ മേടിച്ചതെന്നുള്ളൊരു പ്രശ്നത്തിലാണ് ഇതൊന്നും കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചായ പോലും കഴിക്കാറുമില്ല, അങ്ങനെ ഒരു ബുദ്ധിപൂർവ്വമാണ് നീങ്ങാറുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം വാഴപ്പഴം എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് വരുന്ന പോലെ തന്നെ കവിതയിൽ പറയാതെ പോയ ഒരു കാര്യമുണ്ട്, ഈ മുറുക്കുന്നതും ഒരു തന്ത്രമാണ്. അപ്പോൾ ഈ കവിത വായിച്ചിട്ട് തന്നെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്,
ചിലർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ അത് ഈ മുറുക്കാൻ്റെ പ്രശ്നം കൂടി എനിക്ക് പറയേണ്ടതായിരുന്നു. കാരണം അവരുടെ അമ്മമാരുടെ കൂടെയൊക്കെ അവർ ഇതുപോലുള്ള ചില കേരള വീടുകളൊക്കെ പോകുമ്പോൾ നീ മുറുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം മുറുക്കിയിട്ടുണ്ട്, അതുകൊണ്ടൊന്നും വേണ്ടാന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ന്യായം. ഇപ്പം മുറുക്കാൻ വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ബോധത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മളിനി എന്ത് വിപ്ലവം, എന്ത് കേരള മോഡൽ പറഞ്ഞാലും ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ചുവരിൽ വടിവൊത്ത കയ്യക്ഷരങ്ങളാൽ എഴുതിയോരിങ്കുലാബുകളിലല്ല നിൻ ക്ലാവു മണക്കും പുരാതന ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ. 60കളിലും 70കളിലും ഒക്കെ യഥാർത്ഥത്തിലും ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ ജാതി വിരുദ്ധ ചിന്തയും ജാത്യാതീതമായ മതേതരം എന്ന് ഞാൻ പറയുന്നില്ല, ജാത്യാതീതമായ ചിന്തകൾക്കും വലിയ സ്ഥാനം കിട്ടുന്നുണ്ട് വ്യക്തികൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ, ഗ്രൂപ്പുകൾക്കിടയിലൊക്കെ. അതുപോലും 70കളുടെ അവസാനമായതോടുകൂടി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ജാതി വേറൊരു തരത്തിലുള്ള ഒരു നീരാളിപ്പിടുത്തം, ജാതിയുടെ ഒരു നീരാളിപ്പിടുത്തം സമൂഹത്തിൽ വരികയും അത് കൂടുതൽ ശക്തമായിട്ട് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയുമാണ് ചെയ്യുന്നത്. മാറ്റങ്ങൾ ഇല്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പക്ഷെ അതിൻ്റെ മാറ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ സമുദായങ്ങൾ തമ്മിലുള്ള അസമത്വങ്ങളിലേക്കാണ് കണക്കാക്കേണ്ടത്. ഇവിടെ പ്രശ്ന സഹോദരൻ തന്നെയാണ് അത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞത് സമുദായങ്ങൾ തമ്മിലുള്ള അസമത്വമാണ് കേരളത്തിൻ്റെ ജാതിയുടെ ഒരു പ്രധാന സ്വഭാവമെന്നും അത് മാറണമെങ്കിൽ സമുദായങ്ങളുടെ ആവശ്യകത മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ വികസിതമായ സങ്കല്പമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ജാതിപരമായ സ്പർദ്ധ അതിൻ്റെ വാക്ക് നല്ലത്, പ്രെജുഡിസ്, അത് വീണ്ടും രണ്ടാമത് വന്നു ചേരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ഇപ്പം ഞങ്ങളൊക്കെ കോളേജിലോ സ്കൂളിലോ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ സ്പർദ്ധയില്ല, ജാതിയില്ല, മതമില്ല. ഓരോരുത്തർ പള്ളിയിൽ പോകും, മോസ്കിൽ പോകും, അമ്പലത്തിൽ പോകും, വേറെ കാര്യം. പക്ഷെ അതിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ അകലാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ മുറി താമസിക്കുന്ന അലക്സാണ്, ഇപ്പോഴത്തെ താമസിക്കുന്ന സുലൈമാനാണ്, ഞാൻ ഹിന്ദുവാണ്. ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി അവരവരുടെ മതങ്ങളെ പലപ്പോഴും കളിയാക്കിക്കൊണ്ട് ഒക്കെ പോകുമായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ആ ഒരു സാഹോദര്യത്തിനൊരു തടസ്സമാണ്. ഇപ്പോൾ തിരിച്ച് ഏതോ ശവക്കുഴിയിൽ നിന്ന് ദുർഭൂതങ്ങൾ ഉയരുന്നത് പോലെ ഈ സ്പർദ്ധയും അനാചാരവും ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, അനാചാരവും പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളെ കേരളീയർ 2 ജോഡി ചെരുപ്പുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് വീട്ടിന് പുറത്ത് സഞ്ചരിക്കുമ്പോൾ സെക്കുലർ ചെരുപ്പിടുകയും വീടിനുള്ളിലേക്ക് വരുമ്പോൾ റിലീജിയസ് ചെരുപ്പിടുകയും ചെയ്യുന്നു. മതേതര ചെരുപ്പ് പുറത്തും മതച്ചെരുപ്പ് അകത്ത് വിട്ട് പെരുമാറുന്ന ഒരു ജനതയായിട്ട് കേരളം മാറി. ജാതി മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അതിനെതിരെയുള്ള വളരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ കൂടിയും മിശ്ര വിവാഹങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള കല്യാണങ്ങൾ ധാരാളമായിട്ട് കേരളത്തിലുണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലെ പത്രങ്ങളിലെ ഞായറാഴ്ച വരുന്ന വൈവാഹിക പരസ്യങ്ങൾ നോക്കിയാൽ ജാതി വേറെ എങ്ങും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ രസകരമാണ് ആ കോളം. സുന്ദരിമാർക്കാണ് എല്ലാ കല്യാണാലോചനകളും നടത്തുന്നത്. ഏതെല്ലാം സുന്ദരിമാരാണ്? നമ്പ്യാർ സുന്ദരി, വാര്യർ സുന്ദരി, നമ്പൂതിരി സുന്ദരി, നായർ സുന്ദരി, ഈഴവ സുന്ദരി, വിശ്വകർമ്മ സുന്ദരി ബ്രാക്കറ്റ് മരം. നമ്മൾ വിചാരിക്കും മരത്തിനെങ്ങാണോ കല്യാണാലോചന എന്ന് വിചാരിച്ചു. മുസ്ലിം അതിസുന്ദരി, ക്രിസ്ത്യൻ അതീവ സുന്ദരി, ഇവർക്കൊക്കെയാണ് കല്യാണാലോചന. എന്ന് പറഞ്ഞാൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ അന്വേഷിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയിട്ടില്ല. പുലയരെല്ലാരും കൂടി പുലയന്റെ പുല മാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സംഭവരായാലെന്താ പറയന്റെ പഴി മാറുമോ? ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവേചനം എന്ന് പറയുന്നത് ഈ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയിലാണ് നമ്മൾ കാണുന്നത്.
സംവരണവും ജോലിയും, അതായത് രാഷ്ട്രീയ അധികാരം കീഴാളർക്ക് ലഭിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെ സവർണ സമൂഹം വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ജാതിയുടെ ഏറ്റവും ശക്തമായ ഒരു പ്രകാശനമായിട്ട് ഞാൻ കാണുന്നത്. മറ്റു നിത്യജീവിതത്തിൽ ജാതി പല രീതിയിൽ ഉള്ള വിവേചനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, അത് പരോക്ഷമായിട്ടുള്ള വിവേചനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്ര ശരീരത്തെ സംബന്ധിച്ചിടത്തോളം സംവരണം എന്ന് പറയുന്നത് ഒട്ടും സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരു സവർണ സമൂഹമാണ് ഇപ്പോഴുള്ളത്. അത് ഭരണഘടനയിൽ സാമൂഹ്യ നീതിയുടെ പ്രശ്നമായിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ പോലും അതിനെ ഒരു സാമ്പത്തിക പ്രശ്നമാക്കി വിലോപീകരിച്ച് കാണിക്കുക എന്നുള്ളത് തുടക്കം മുതൽ തന്നെയുള്ള ഒരു തന്ത്രമാണ്. ഉയരും പുകക്കുഴലുകൾ ഉന്നമായി കാക്കയെ ചൂണ്ടുന്ന വിരലായി മാറേ, ഗുമുഗുമാ പൊങ്ങും വികസന പുകയേറ്റ് ചങ്ക് കഴച്ചു കുഴഞ്ഞു പോയിടേ. ഈ പറഞ്ഞ നീതിയുടെ പ്രശ്നം ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിൻ്റെ പ്രശ്നത്തിന് അപ്പുറം നീങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന വിഭവങ്ങളുടെ, ഭൂമിയടക്കമുള്ള വിഭവങ്ങളുടെ നീതിപൂർവകമായ വിതരണം, അല്ലെ വിദ്യാഭ്യാസ മേഖലയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ മേഖലയിലും വ്യത്യസ്തമായ വിഭാഗങ്ങൾക്ക് എത്രമാത്രം റെപ്രസെൻറ്റേഷൻ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇല്ല. മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം വ്യവസായ മേഖല, വാണിജ്യ മേഖല, ഇപ്പോൾ സ്കൂൾ കൊടുക്കുന്നു, അതൊരു പന്തിയാണ്. സ്കൂൾ വിളമ്പുന്ന പന്തി, ആശുപത്രി വിളമ്പുന്ന പന്തി, മറ്റ് സ്ഥാപനങ്ങൾ, സൗകര്യങ്ങൾ വിളമ്പുന്ന പന്തി, അതായത് വികസനത്തിൻ്റെ പന്തി. ഈ വികസനത്തിൻ്റെ പന്തിയിലും ഇങ്ങനെ തുല്യമായിട്ടിരുന്നു, തുല്യമായ അളവിൽ വിളമ്പി കിട്ടുന്നുണ്ടോ, അത് തുല്യമായ അളവിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് അന്ന് പന്തിഭോജനം അങ്ങനെ പറയുമ്പോൾ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഏറ്റവും ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതും കൂടി നമുക്ക് ആ വരി വായിക്കാൻ കഴിയുമ്പോഴാണ് 100 വർഷത്തിന് ശേഷവും ഈ വരി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ വായന അതിന് മുകളിൽ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സാമുദായിക പ്രശ്നങ്ങളുടെ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിലേക്ക്, അല്ലെങ്കിൽ പൗരസമത്വ പ്രക്ഷോഭണത്തിൻ്റെ തുടർച്ചയും കൂടെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് പൗരസമത്വ പ്രക്ഷോഭണം എന്ന് പറഞ്ഞ പ്രക്ഷോഭണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയും കൂടെ നമ്മൾ പുനരാരംഭിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ആധുനിക അയിത്തത്തിൻ്റെ രൂപങ്ങളെ നമ്മൾ മറികടക്കുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിനകത്ത് പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മുന്നേറ്റങ്ങളെ നമ്മൾ ട്രേസ് ചെയ്യുന്നതിൽ നമ്മൾ ചില നിശ്ചിതമായ കടുംപിടുത്തങ്ങൾ മാത്രം പോരാ, സവർണേതരമായി ചിന്തിക്കണം ആദ്യമായിട്ട്. അതേപോലൊരു സെക്കുലർ സിസ്റ്റത്തിൽ നിന്ന് അൾട്രാ സെക്കുലറിസത്തിലേക്ക് മാറിക്കൊണ്ടായിരിക്കരുതെന്ന് നമ്മളുടെ വീക്ഷണങ്ങൾ. അല്ലെ, തീവ്ര മാർക്സിസത്തിൽ നിന്ന് തീവ്ര മാർക്സിസത്തിലേക്ക് അങ്ങനെ പോകുന്ന റൂട്ടിന് പകരം ബഹുജന ജീവിതത്തിനകത്ത് അനേകം എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്ക് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് അവർ അതിജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അയിത്തം എന്ന് പറയുന്നതിനോട് സമരങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പന്തിഭോജനത്തിന് നേർദിശയിലുള്ള തുടർചലനങ്ങളുണ്ടായി എന്നത് വിസ്മരിക്കാനാകില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിൽ ജാതി വിവേചനത്തിൻ്റെ പരസ്യപ്രകടനങ്ങൾ ഗണ്യമായി കുറഞ്ഞു. പക്ഷേ പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള സാമൂഹ്യ വിവേചനങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. ഇതിന് സവർണ രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ കൂടിയുണ്ട് എന്നതാണ് ഏറെ അപകടകരം. ഈ ജാതിപരമായിട്ടുള്ള അസമത്വങ്ങൾ, വിവേചനങ്ങൾ എന്നൊക്കെ പറയുന്നത് നിഷ്പ്രയാസം മറികടക്കാവുന്ന കാര്യങ്ങളാണെന്ന് ഇന്നാരും കരുതുന്നില്ല. കാരണം ദേശീയ തലത്തിൽ തന്നെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ശക്തികളാണ് കരുത്താർജിച്ചിട്ടുള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് തന്നെ തികച്ചും വ്യത്യസ്തമായി ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്ന, മതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ മുന്നണിയാണ്. RSS BJP മുന്നണിയാണ് ഇന്ത്യ ഭരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് ഇതിനെ മറികടക്കാമെന്ന് നമ്മളാരും ധരിക്കുന്നില്ല. പകരം ഉണ്ടാവേണ്ടത് വളരെ സൂക്ഷ്മ തലത്തിലുള്ള
മുന്നണികൾ, ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരാണെങ്കിലും ശരി, ന്യൂനപക്ഷങ്ങളാണെങ്കിലും ശരി, ദളിത് വിഭാഗങ്ങളാണെങ്കിലും ശരി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിലും ശരി, ഇവിടെ ഫാസിസം ആരെയൊക്കെയാണോ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത്, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ റെട്രിക്കുകളിൽ മാത്രമല്ല, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ അവർ ആരെയൊക്കെയാണോ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത്, ആ ഉള്ളവരെല്ലാവരും തന്നെ ഒന്നിച്ച് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ പോരാടാനുള്ള ഒരു സ്ഥലം കണ്ടെത്തേണ്ട ഒരാവശ്യകതയുണ്ട്.